ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മോസിസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ഫേസ് പാക്ക് കൊണ്ടാണ്. പുതിയതാണെന്നൊക്കെ ഞാൻ പറയും, പക്ഷേ ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇന്നും സൺടാനും കരുവാളിപ്പൊക്കെ മാറുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കാരണം കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. എഫക്റ്റീവ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അറിയാത്തതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ളത് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ചെയ്ത് റിസൾട്ട് ഉള്ളത് നിങ്ങൾ കാണിക്കുന്നതല്ലേ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും അത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊപ്പം കമോൺ. അപ്പോൾ ആദ്യം തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കാം. അതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി, എന്നിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച നല്ല മഞ്ഞളാണ്, അതായിരിക്കും ഇതെടുക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. പിന്നെ 1 സ്പൂൺ തേൻ. ഇത് പിന്നെ കുറച്ച് റോസ് വാട്ടറോ നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പം വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അതാകുമ്പോൾ ഇച്ചിരി കൂടെ എഫക്റ്റീവായിരിക്കും. നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ മുഖത്തെല്ലാം പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തപ്പോൾ ഒരു ഇച്ചിരി ലൂസായിപ്പോയി, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇച്ചിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു തിക്കായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തിക്കായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഫേസിൽ ഫേസ് വാഷ് ആയാലും ഫേസ് പാക്ക് ആയാലും എന്ത് തന്നെ യൂസ് ചെയ്താലും അതുപോലെ തന്നെ കഴുത്തിൽ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ കഴുത്തും ഫേസും രണ്ട് കളറായിരിക്കും. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചാൽ അപ്ലൈ ചെയ്തേക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അപ്ലൈ ചെയ്യാൻ കേട്ടോ, ബ്രഷ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. അപ്പോൾ ഒരു കോട്ട് ഉണങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഇല്ല എങ്കിലും ഒരു കോട്ട് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കോട്ട് ഇടുവാണെങ്കിൽ അപ്പോൾ ഇച്ചിരി കൂടെ നല്ല എഫക്റ്റായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. വാഷ് ഔട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ക്രബ് ചെയ്ത് വാഷ് കിട്ടുന്നത്. അരിപ്പൊടി ഉള്ളതുകൊണ്ട് നല്ലൊരു സ്ക്രബ്ബറും കൂടെയാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത്. നല്ലപോലെ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക. എന്നിട്ട് വാഷ് ചെയ്തതിനുള്ള റിസൾട്ട് ഇതും കാണാം. അപ്പോൾ ചെറിയൊരു നമ്മൾ ഈ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു യെല്ലോ ഗ്ലോ കാണും. അപ്പം നമ്മൾ സോപ്പ് യൂസ് ചെയ്യാതെ കടലമാവ് അല്ലെങ്കിൽ പയറുപൊടി അങ്ങനെയുള്ള ഏതെങ്കിലും യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെസിപ്പി എല്ലാവരെയും കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല എഫക്റ്റീവാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിലെന്തോ അരിപ്പൊടി തോന്നുന്നുണ്ടോ, ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണല്ലോ ഇടുന്നത്. അതല്ല, അരിപ്പൊടി നമ്മുടെ മുഖത്തിന് നല്ലതാണ്. നല്ല ഗ്ലോയും പിഗ്മെൻറ്റേഷനൊക്കെ മാറിക്കിട്ടും. അതെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം കേട്ടോ. അപ്പോഴും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ ബൈ, ലവ് യു.